അപ്പോൾ നമുക്ക് ഫ്ലട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് VS കോഡാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ VS കോഡ് ഡൗൺലോഡ് എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ലിങ്കിൽ കയറാം. അത് VS കോഡിൻ്റെ ഡൗൺലോഡ് പേജാണ്. അതിനകത്ത് നമ്മൾ വിൻഡോസിന് വേണ്ടിയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിൻഡോസിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ ഇൻസ്റ്റാളേഷൻ ഫയൽ അത് ഒരു EXE ഫയലായിട്ട് ഡൗൺലോഡ് ആവും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ട് സാധാരണ നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ കാണും. ഒരു EXE ഫയലാണ്. ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മളിത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത് വേണ്ടതെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡിന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സിലുള്ള ആ ഒരു വെബ്സൈറ്റിൽ കയറാം. അതിൽ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ കഴിഞ്ഞിട്ട് അതിനൊരു പേരുണ്ടാവും. അത് ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് വേർഷൻ്റെ പേര് ഇതാണ്. പക്ഷേ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ വേർഷൻ്റെ പേര് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് അതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. അത് ജസ്റ്റ് ഒന്ന് എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്തതിന് ശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതും നേരത്തെ പോലെ തന്നെ നമുക്ക് EXE ഫയലാണ് തരിക. അപ്പം ഇത് കുറച്ച് സൈസ് ഉണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 1.2 GB ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഓപ്പൺ എന്നുള്ള സാധനം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റൺ ചെയ്യാൻ പറ്റും. അപ്പം റൺ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഇൻസ്റ്റാളർ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, കുറച്ചൊരു ടൈം എടുക്കും കേട്ടോ. നിങ്ങൾ സിസ്റ്റം സ്ലോ ആണെങ്കിൽ എസ്പെഷ്യലി കുറച്ചൊരു ടൈം എടുക്കും. അങ്ങനെ ഇതിൽ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ 8 GB താഴെയുള്ള സിസ്റ്റമാണ് നിങ്ങൾക്ക് ഇത് അൺചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിത് 8 GB മേലെ ആയതുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ടൈം എടുക്കും. കുറച്ച് ഫയൽസ് എക്സ്ട്രാക്ട് ചെയ്യാണ്ട് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ആവാനുള്ള ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ട് ഫിനിഷ് കൊടുക്കുക. അത് ഡീഫോൾട്ടായിട്ട് ചെക്ക്ഡ് ആയിരിക്കും. ഓക്കെ, ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇത് ഗൂഗിളിന് ഡാറ്റ യൂസർ അനലിറ്റിക്സ് അയക്കണമെന്ന് ചോദിക്കുന്നത് ജസ്റ്റ് ഡോണ്ട് സെൻഡ് കൊടുത്ത് ഒഴിവാക്കി വിടാം. ഓക്കെ, അതിനുശേഷം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വരും. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് ഇനീഷ്യൽ സെറ്റപ്പ് നമ്മൾ ചെയ്യാനുണ്ട്. അതായത് കുറച്ചുകൂടെ ഡൗൺലോഡ്സ് നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നെക്സ്റ്റ് കൊടുത്ത സ്റ്റാൻഡേർഡ് കാണാം. സ്റ്റാൻഡേർഡ് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വീണ്ടും ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുക. ജസ്റ്റ് എല്ലാം നമുക്ക് ഒരുമിച്ച് ആക്സെപ്റ്റ് കൊടുക്കാൻ പറ്റും. ആ ആക്സെപ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടെ സാധനങ്ങൾ ഡൗൺലോഡ് ആവും. അപ്പോൾ അത് കുറച്ച് സിപ്പ് ഫയൽസ് ഒക്കെ ആണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഡൗൺലോഡ് ആവുന്നത് കാണാൻ പറ്റും. ഇതും കുറച്ച് അധികം സൈസുള്ളതുകൊണ്ട് തന്നെ ഡൗൺലോഡിങ് കുറച്ച് ടൈം എടുക്കും. അതിന് ശേഷം ഫിനിഷ് കൊടുക്കാം. ഫിനിഷ് കൊടുത്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ താഴത്ത് ലെഫ്റ്റിൽ കാണുന്ന ഒരു കോഗ് ഉണ്ട്, സെറ്റിംഗ്സ് ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മേലെ മോർ ആക്ഷൻസ് കാണാൻ പറ്റും. ഈ മോർ ആക്ഷൻസിനകത്ത് SDK മാനേജർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സാധനം ചെക്കായിട്ട് കാണിക്കുന്നത്. അതായത് നമ്മൾ വിർച്വൽ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളതിനകത്ത് കാണില്ല. അത് നമുക്ക് ശരിയാക്കാം കേട്ടോ. പിന്നെ SDK ടൂൾസിൽ പോവാം. SDK ടൂൾസിനകത്ത് ഇവിടെ ആൻഡ്രോയിഡ് SDK കമാൻഡ് ലൈൻ ടൂൾസ് ലേറ്റസ്റ്റ് കാണാം. അതൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം താഴെ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് സാധനം ഡൗൺലോഡ് ചെയ്യാണ്ട് അത് ഓക്കെ കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് ഡൗൺലോഡ് ആവണം. നേരത്തെ പോലെ തന്നെ ഡൗൺലോഡ് ആയതിനു ശേഷം ഫിനിഷ് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക, അതിനുശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ സൈഡിലുള്ള സാധനങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മോർ ആക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ വിർച്വൽ ഡിവൈസ് മാനേജറിൽ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കിയ വിർച്വൽ ഡിവൈസ് കാണാം. ഇത് നിങ്ങൾ 8 GB താഴത്തുള്ള സിസ്റ്റം ആണെങ്കിൽ നമ്മളിത് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ 8 GB മേലത്തുള്ള സിസ്റ്റം ആണെങ്കിൽ ഇത് ചെയ്യാം. എന്നിട്ട് അലോ കൊടുക്കുക. ജസ്റ്റ് നമ്മളിപ്പോൾ റൺ ചെയ്യണില്ല. ഇത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്തൊരു വിർച്വൽ ആൻഡ്രോയിഡ് ഡിവൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര റാം കുടിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് സാധാരണ ലോ എൻഡ് സിസ്റ്റത്തിൽ ഇത് യൂസ് ചെയ്യാൻ നിൽക്കാറില്ല. നമുക്ക് ഫിസിക്കലി നമ്മളെ ഫോൺ തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ആക്ച്വലി ഫ്ലട്ടർ തന്നെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഗൂഗിൾ തുറന്നിട്ട് ഗൂഗിളിനകത്ത് നമ്മൾ പോയിട്ട് ഫ്ലട്ടർ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വിൻഡോസ് കാണാം. നമ്മൾ വിൻഡോസിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ വിൻഡോസ് ക്ലിക്ക് ചെയ്യാം. വിൻഡോസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആൻഡ്രോയിഡിലാണ് ഡീഫോൾട്ടായിട്ട് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ താഴത്തോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലട്ടറിൻ്റെ ഒരു സിപ്പ് ഫയലായിട്ട് അതും 1.something GB ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് നമ്മൾ ഫയൽ എക്സ്പ്ലോറർ വെച്ചിട്ട് തുറക്കാം. നിങ്ങൾക്ക് വിൻഡ്രാർ ഉണ്ട്, അത് വെച്ചിട്ട് തുറക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫയൽ എക്സ്പ്ലോറർ വെച്ച് തുറക്കാണ്. തുറന്നതിന് ശേഷം അതിനകത്ത് നമുക്ക് ഫ്ലട്ടർ എന്നുള്ള ഒരു ഫോൾഡർ കാണാൻ പറ്റും ആ സിപ്പ് ഫയലിനകത്ത്. അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മേലെ നമുക്ക് എക്സ്ട്രാക്ട് ഓൾ എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലൊക്കേഷന് ബ്രൗസ് കൊടുത്തിട്ട് ഇതേ ലൊക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അതായത് ലോക്കൽ ഡിസ്ക് സീനകത്ത് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാക്ട് കൊടുക്കുക.
എക്സ്ട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു ടൈം എടുക്കും. ഇത് കുറച്ചധികം ഫയൽസ് അതിനകത്തുണ്ട് കംപ്രസ്ഡ് ആയിട്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സീനകത്ത് എക്സ്ട്രാക്ട് ആയിട്ടുണ്ട് ഫ്ലട്ടർ എന്നുള്ള ഫോൾഡർ. അതിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് ഉറപ്പ് വരുത്താം. എന്നിട്ട് ഇതിനകത്ത് ബിന്ന് എന്നുള്ള ഫോൾഡർ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം. ഓക്കെ, എന്നിട്ട് ഈ ലൊക്കേഷൻ നമുക്കൊന്ന് കോപ്പി ചെയ്യണം. ഇതിന് മേലെ ടോപ്പ് റൈറ്റിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് സീനകത്ത് ഫ്ലട്ടർ ബിന്നാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. കോപ്പി ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് മെനുവിൽ പോയിട്ട് നമുക്കിത് ENV എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, എൻവറോൺമെൻറ്റ് വേരിയബിൾ ENV എന്ന് സെർച്ച് ചെയ്യുന്ന എഡിറ്റ് സിസ്റ്റം എൻവറോൺമെൻറ്റ് വേരിയബിൾസ് കിട്ടും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം എൻവറോൺമെൻറ്റ് വേരിയബിൾസിൽ ക്ലിക്ക് ചെയ്യുക, ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് പല വേരിയബിൾസ് കാണാൻ പറ്റും. പാത്ത് എന്നുള്ളൊരു വേരിയബിൾ കാണാൻ പറ്റും. ആ പാത്ത് എന്നുള്ള വേരിയബിൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തിട്ട് മേലെ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പാത്ത് വേരിയബിൾ ഉണ്ടാക്കാം. അവിടെയൊക്കെ നമ്മൾ പേസ്റ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച സാധനം പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലട്ടറിനെ നമ്മുടെ പാത്തിലേക്ക് ആഡ് ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ CMD തുറന്നിട്ട് ഫ്ലട്ടർ സ്പേസ് ഡോക്ടർ എന്ന് കൊടുക്കുക. ഇത് ഫ്ലട്ടറിൻ്റെ ഒരു കമാൻഡ് ലൈൻ ടൂളാണ്. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ ഫ്ലട്ടർ ഈസ് നോട്ട് ഫൗണ്ട് എന്നോ അല്ലെങ്കിൽ നോട്ട് ഫൗണ്ട് ആസ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ കമാൻഡ്സിൻ്റെ എറർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലട്ടർ എന്തോ ഇൻസ്റ്റാളേഷന് പാത്തിൽ ആഡ് ആയിട്ടില്ല ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇപ്പോൾ ഇതിൽ 2 ഇഷ്യൂസ് ആണ്. ഒന്ന് ആൻഡ്രോയിഡ് ടൂൾ ചെയിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, ആ സാധനം നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം. ഓക്കെ, ആ ടൂൾ ചെയിൻ്റെ ഇഷ്യൂ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ തന്നിട്ടുണ്ട് ഫിക്സ്. ഫ്ലട്ടർ സ്പേസ് ഡോക്ടർ സ്പേസ് --, ആൻഡ്രോയിഡ് -ലൈസൻസസ് എന്നുള്ള കമാൻഡ് റൺ ചെയ്യാൻ അവിടെ തന്നെ പറഞ്ഞിട്ട് അത് നമ്മൾ റൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ച് ലൈസൻസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള, അതായത് കമാൻഡ് ലൈൻ ടൂൾസിനുള്ള ലൈസൻസ് ആണ്. അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം ചോദിക്കുക. നമ്മൾ ജസ്റ്റ് yes ഇങ്ങനെ കൊടുത്ത് വിട്ടാൽ മതി. എല്ലാ ലൈസൻസും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പം അത് ഓക്കെ ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഈ സാധനം റൺ ചെയ്ത് നോക്കാം. അതായത് ഫ്ലട്ടർ ഡോക്ടർ റൺ ചെയ്ത് നോക്കാം. അപ്പം എല്ലാ സാധനങ്ങളും ആ ഗ്രീൻ ടിക്ക് ആണോ എന്ന് നോക്കാം. അപ്പോൾ അതിൽ ആ ഒരു വിഷ്വൽ സ്റ്റുഡിയോ എന്നുള്ള സാധനം നിങ്ങൾ മൈൻഡ് ആക്കണം. നമ്മൾ വിൻഡോസിന് വേണ്ടി ഇപ്പോൾ ആപ്സ് നമ്മൾ ഉണ്ടാക്കണില്ല, അതുകൊണ്ട് അത് നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഇനി നമുക്ക് ഫ്ലട്ടറിൽ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം ഫ്ലട്ടറിൽ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലട്ടർ സ്പേസ് ക്രിയേറ്റ് എന്നിട്ട് പ്രോജക്റ്റിൻ്റെ പേരാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെയ്യാണ്. നമ്മൾ VS Code തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ചൊന്ന് ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹലോ വേൾഡ് എന്നുള്ള ഫോൾഡറിനകത്ത് നമ്മൾ പ്രോജക്റ്റ് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് VS Codeൽ ഈ ഫോൾഡർ ഒന്ന് തുറന്ന് നോക്കാം. ഇത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. അപ്പോൾ നമ്മൾ കോഡ് സ്പേസ് ഫോൾഡറിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ VS Codeൽ തുറന്നു വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, VS Codeൽ പോയിട്ട് ഫയലിൽ ഓപ്പൺ ഫോൾഡർ കൊടുത്തിട്ട് ആ ഫോൾഡർ ആണെങ്കിൽ തുറക്കാം കേട്ടോ. അപ്പോൾ ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡീഫോൾട്ട് ആയിട്ട് കുറേ കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് യെസ് കൊടുത്തിട്ട് ട്രസ്റ്റ് ഓതേഴ്സ് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡീഫോൾട്ടായിട്ട് കുറച്ച് കോഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ എടുക്കട്ടെ. നമുക്ക് അടുത്തായിട്ട് കുറച്ചൊരു എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാണ്ട്. അപ്പോൾ എക്സ്റ്റൻഷൻസിൽ പോയിട്ട് നമ്മളിവിടെ ഫ്ലട്ടറിന് സെർച്ച് ചെയ്യാം. ഫ്ലട്ടറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുന്ന ഒരു എക്സ്റ്റൻഷൻ തന്നെ ഫ്ലട്ടറിന്, അതായത് ഡാർട്ടിൻ്റെ ആണ്. ആ ഒരു എക്സ്റ്റൻഷൻ മസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഡാർട്ട് കോഡിലാണ്. പിന്നെ ഫ്ലട്ടർ വിജറ്റ് സ്നിപ്പെറ്റ്സ് എന്നുള്ള ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കുക. ഇത് രണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ യൂസ് ഉള്ള സാധനങ്ങളാണ്. നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ തിരിച്ച് ഫയൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ലിബിനകത്ത് main.dart എന്നുള്ളതാണ് നമ്മൾ ആക്ച്വൽ കോഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് പഠിക്കാം. എന്താണെന്നുള്ള കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്കിത് റൺ ചെയ്യണം. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ റൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ ഡിവൈസിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നേരത്തെ വിർച്വൽ ഡിവൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ ഫോണാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ തുറന്നതിന് ശേഷം ഫോണിനകത്ത് നമ്മൾ ഡെവലപ്പർ മോഡ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിനകത്ത് എബൌട്ട് ഫോണിൽ പോവുക. എബൌട്ട് ഫോണിനകത്ത് താഴെ ഏറ്റവും അവസാനത്തിൽ ബിൽഡ് നമ്പർ ഉണ്ട്. അത് നമ്മൾ കുറേ വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളോട് പിന്ന് ചോദിക്കട്ടോ, ആ പിന്ന് അടിക്കുക. ശേഷം ഡെവലപ്പർ ഓപ്ഷൻ കിട്ടാൻ വേണ്ടി സിസ്റ്റത്തിൽ പോവുക. സിസ്റ്റത്തിനകത്ത് ഡെവലപ്പർ ഓപ്ഷൻസ് എന്നുള്ള സെറ്റിംഗ്സ് ഉണ്ടാവും. അത് എനേബിൾഡ് ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ USB ഡീബഗിങ് ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി നമ്മുടെ ഡിവൈസ് ഒന്നുകൂടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പപ്പ് കാണിച്ചു തരും. പോപ്പപ്പ് എന്ന് വെച്ചാൽ നമ്മളെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യട്ടെ എന്നുള്ള ഒരു സാധനമാണ്. അത് നമ്മൾ ജസ്റ്റ് അലോ കൊടുക്കുക. ഓൾവേസ് അലോ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കില്ല. അപ്പോൾ അലോ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇനി നമുക്ക് നമ്മുടെ മൊബൈലിനെ ഇതിനകത്ത് കാണാൻ പറ്റും. അതായത് എൻ്റെ ഡിവൈസിനെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഡിവൈസിനെയാണ് സെലക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം നമ്മൾ എൻ്റെ ഡിവൈസിനെ ഞാൻ കോഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കോഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ റണ്ണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിനകത്ത് സെലക്ട് ചെയ്ത് വെച്ച ഡിവൈസിനകത്ത് കോഡ് റൺ ആവും. അപ്പോൾ ആദ്യമായിട്ട് കോഡ് റൺ ആകുമ്പോൾ ചിലപ്പോൾ നല്ലോണം ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. കുറച്ചധികം ചിലപ്പോൾ ടൈം എടുക്കും. കാരണം കുറച്ച് ഇൻസ്റ്റാളേഷൻസും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. ഇങ്ങനെ കുറച്ച് ലൈസൻസ് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കാനുണ്ട്.
അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇത് സ്റ്റക്ക് ആയതുപോലെ തോന്നുകയാണെങ്കിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട, കുറച്ച് വെയിറ്റ് ചെയ്തെന്നാൽ ഓട്ടോമാറ്റിക്കലി അത് ഇൻസ്റ്റാളായി ഓപ്പണായി വരും. ഇനി നിങ്ങൾ വിർച്വൽ ഡിവൈസ് ആണെങ്കിൽ വിർച്വൽ ഡിവൈസ് സെലക്ട് ചെയ്തിട്ട് അതിനകത്തായിരിക്കും ഓപ്പണായി വരിക. അപ്പോൾ നമ്മളിവിടെ ഫിസിക്കൽ ഡിവൈസ് ആയതുകൊണ്ട് അതിനകത്ത് ഓപ്പണായി വരും. അപ്പോൾ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി എൻ്റെ ഫിസിക്കൽ ഡിവൈസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഈ ഒരു ആപ്പ്, അതായത് ഫ്ലട്ടറിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു കൗണ്ടർ ആപ്ലിക്കേഷനാണ്, അത് നമുക്ക് തുറന്നൊന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് സാധാരണ ആപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിൻഡോസിനകത്ത് നമ്മൾ ഫ്ലട്ടറിൻ്റെ പ്രൊജക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ.